നമുക്കിന്ന് നമ്മുടെ ഇവിടെയൊക്കെ ഉത്സവത്തിന് കിട്ടുന്ന ചനാച്ചാട്ട് ഉണ്ടാക്കിയാലോ? എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് കഴിക്കാൻ വേണ്ടി ഉത്സവം വരെ ക്ഷമിച്ചിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഇല്ലാത്തതുകൊണ്ട് വീട്ടിലുണ്ടാക്കാന്ന് വിചാരിച്ചേ. അതിനാദ്യം തന്നെ വെള്ളക്കടല 6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുക്കറിലിട്ട് 4 വിസിലടുപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഉർവശി ചേച്ചി പറയുന്ന പോലെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് കട്ട് ഇൻറ്റു സ്മോൾ പീസസ് ആൻഡ് പുട്ടിട്ട് ഇൻറ്റു ചീനച്ചട്ടി. ഞാൻ മൊത്തത്തിൽ 5 വെജിറ്റബിൾസ് എടുക്കുന്നുണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ ക്യാബേജ്, സബോള, ക്യാരറ്റ്, തക്കാളി, കുക്കുംബർ. ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ട് നമ്മുടെ കടലയും ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവേ. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ചനാച്ചാട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും പൊടികളാണ് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതും കൂടെ കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി തീർന്നു കേട്ടോ. ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതെടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അവിടെയും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ആവശ്യത്തിന് സാധനം ഒരു പാത്രത്തിലേക്ക് കോരി എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് കഴിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ ഉത്സവ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനം പോലെ തന്നെയാണ് ടേസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.